ഇപ്പോൾ LDF-ന് 77 ബ്ലോക്ക് പഞ്ചായത്തുകൾ നേടാനായിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തുകളുടെ സ്ഥിതി പരിശോധിച്ച് നോക്കിയാൽ 360 എണ്ണമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. എന്ന് പറഞ്ഞാൽ 601 ഗ്രാമപഞ്ചായത്തുകൾ അപ്പോൾ UDF-ന് അനുകൂലമായിട്ടാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ 343 എണ്ണത്തിൽ ജയിക്കുകയും 70 എണ്ണം തുല്യമായി വരികയും ചെയ്തിരിക്കുകയാണ്. മുനിസിപ്പാലിറ്റികളുടെ സ്ഥിതിയും അന്ന് വളരെ ദയനീയമായിരുന്നു. നമുക്ക് 17 മുനിസിപ്പാലിറ്റികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 41 മുനിസിപ്പാലിറ്റികൾ അന്ന് UDF-ന് അനുകൂലമായിരുന്നു. ഇന്നിപ്പോൾ 28 മുനിസിപ്പാലിറ്റികൾ ജയിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ 2010 അനുഭവം ഞാനിവിടെ പറയാൻ കാരണം, അതിനുശേഷം നടന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിൽ സത്യം പറഞ്ഞാൽ 2 സീറ്റിൻ്റെ കുറവിനാണ് ഭരണം നഷ്ടപ്പെട്ടത്. അപ്പോൾ നല്ല മുന്നേറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടി അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നടന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അവിടെ ആ രീതിയിലുള്ളൊരു മുന്നേറ്റം സൃഷ്ടിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോൾ 2010 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൻ്റെ അകത്തുണ്ടായിരുന്ന പരാജയത്തെ ഫലപ്രദമായി നേരിട്ടുകൊണ്ട് ജനങ്ങളിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് പിന്നീട് LDF-ന് മുന്നോട്ടേക്ക് വരാൻ സാധിച്ചിട്ടുള്ളത്. LDF-ൻ്റെ അടിത്തറ തകർന്നിരിക്കുന്നുവെന്ന് പ്രചാരവേല ചിലർ നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയമായി പരിശോധിക്കുമ്പോൾ കാണുന്ന ജില്ലാ പഞ്ചായത്തുകളുടെ പകുതി ജില്ലാ പഞ്ചായത്തുകളിൽ ജയിക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഞാൻ പറഞ്ഞത്